Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Good afternoon. Prayer പറഞ്ഞോ കേട്ടോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൂടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൂടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൂടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു മിസ്. Kindness out of the പറഞ്ഞോ കേട്ടോ. സൈൻ ചേട്ടന് இதயத்தில் ஏதொன்று இருக்குது கொஞ்சம் நெஞ்சம் போலே கடலலை போலே வந்து கரைகளை ஆயிரம் ஒன்று உனக்கிட மனதும் பின்னால் கவிதை இருப்பது ஒரு மனது இதுவரை அது எனது என்னை விட்டு மெதுவாயது போக கண்டேனே இது ஒரு கனவு நிலை கலந்திட விரும்பவில்லை கனவுக்குள் கனவா என்னை நானே கண்டேனே எனக்கு என்ன வேண்டும் என்று ஒரு வார்த்தை கேட நின்று இனி நீயும் நானும் ஒன்று என்ன சொல்லும் நாளும் என்று எனக்கு என்ன வேண்டும் என்று ஒரு வார்த்தை கேட நின்று இனி நீயும் நானும் ஒன்று என்ன சொல்லும் நாளும் என்று மலர்களை அள்ளி வந்து மகிழ்வுடன் கையில் தந்து மனதினை பகர்ந்திடவே ஆசை கொள்கின்றேன் கொடுப்பது என்ன என்று தவிக்கிற நெஞ்சம் என்று நதியினில் இளையனை நான் தோய்ந்து செல்கின்றேன் அழம்புகள் பூவாகும் அழகிய மாற்றும் ஆயிரம் ஆண்டாக பழகிய தோற்றம் ஒரு வெள்ளி கொலுசு போல இந்த மனசு அணையாத வைரம் போல ஒரு நானும் இணங்கும் மேலே ஒரு வெள்ளி கொலுசு போல இந்த மனசு சினுங்கும் கீழே அணையாத வைரம் போல ஒரு நானும் இணங்கும் மேலே இதயத்தை ஏதோ ஒன்று இருக்குது கொஞ்சம் ஒன்று இதுவரை இது போல நானும் இல்லை கடலை போல வந்து கரைகளை அள்ளும்
ஒன்று உனக்கிட மனதும் பின்வாங்கவில்லை. இருப்பது ஒரு மனது, இதுவரை அது எனது. என்னை விட்டு மெதுவாய் அது போக கண்டேனே. இது ஒரு கனவு நிலை, கலந்திட விரும்பவில்லை. கனவுக்குள் கனவாய் என்னை நானே கண்டேனே. ஒரு வெள்ளை கொலுசு போல இந்த மனசு சினங்கம் கீழே, அணையாத வைரம் போல புது நானும் இனங்கம் மேலே. ஒரு வெள்ளை கொலுசு போல இந்த மனசு சினங்கம் கீழே, அணையாத வைரம் போல புது நானும் இனங்கம் மேலே. Sign in by Meg. നന്നായിരുന്നു മേഘ. Ma'am, ഞാനാണ് തോട്ട്. പറഞ്ഞോളാം. Good afternoon. Today's thought: start where you are. Use what you have. Do what you can. Are there action? തുടങ്ങേണ്ടത് നമ്മൾ എവിടെയാണ് നമുക്കറിയണം. പിന്നെ നമ്മളെ കയ്യിൽ എന്തൊക്കെയുണ്ട് നമുക്കറിയാം. പിന്നെ നമുക്ക് പറ്റാവുന്ന അത്രയും ചെയ്യണം. I repeat, start where you are. Use what you have. Do what you can. Are there action? Thank you, Hasna. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സില് നമ്മള് ഡീവിയേഷനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞല്ലേ? മാം ജോമെട്രിക് സോളിഡ്സ് ഒക്കെ കാണിക്കാൻ പറഞ്ഞിരുന്നു. ആണോ? നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റ് ആവുമ്പോ ചെയ്താൽ മതിയോ? ഓക്കെ മാം. ക്ലാസ്സിന്റെ ലാസ്റ്റ് ആവുമ്പോ ഒരു 10 minutes മുമ്പ് നമുക്ക് ചെയ്യാം കേട്ടോ. പ്രസ് ചെയ്യാം. പോർഷനെ ലാൻഡ് ആവും, അതുകൊണ്ടാ. പൊല്യൂഷന്റെ വരച്ചിട്ടുണ്ട് കേട്ടോ സാർ. എന്താടാ? പൊല്യൂഷന്റെ എൻവയോൺമെന്റ് പൊല്യൂഷന്റെ എൻവയോൺമെന്റ് പൊല്യൂഷനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതപ്പൊ കാണിച്ചാൽ മതി. 10 minutes മുമ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇന്നും പോർഷൻ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ടൈം കുറവാണ്, പോർഷൻ തീർക്കാനായിട്ട് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് PDF ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട്. നിങ്ങളെല്ലാവരും പേജ് നമ്പർ 114 എടുക്കാം കേട്ടോ. 114. എടുത്തോ? അതിൽ ഡീവിയേഷനും ക്ലാസസ് ഓഫ് ഡീവിയേഷനും അല്ലേ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത പേപ്പർ? മാം ഇനി എടുക്കാതെ ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഡീവിയേഷൻ അല്ലേ? ഓക്കെ, ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ് നമ്മൾ ഇനി എടുക്കുന്നത്. ഞാൻ ഷെയർ ചെയ്യുന്നില്ല, ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ചെറിയ സാങ്കേതിക തടസ്സം, എന്താണെന്നറിയില്ല. ടെക്നിക്കൽ ഇഷ്യൂ ആണ്. കുറച്ച് കഴിയുമ്പോ ഓക്കെ ആവാറുണ്ട് സാധാരണയായിട്ട്. നമുക്ക് നോക്കാം. Types of deviation. Some of the deviation Montessori described are seen in different form in different types. നമ്മൾ ഈ പറഞ്ഞ ഡീവിയേഷൻ പല രീതിയിൽ പല ടൈപ്പിലാണ് കുട്ടികളിൽ കാണുന്നത്. ചില കുട്ടികൾ നോട്ടി ചിൽഡ്രൻ ആയിരിക്കും, ചില കുട്ടികൾ വീക്ക് ചിൽഡ്രൻ ആയിരിക്കും. ഓക്കെ, നോട്ടി, വീക്ക്, ബ്രൈറ്റ് ഓഫ് ചിൽഡ്രൻ. Still others are unused to just one another. ഒന്നിൽ നിന്ന് മറ്റൊന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡീവിയേഷൻസും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഇന്ന കാറ്റഗറിയിലാണ് എന്ന് നമുക്കത് പറയാൻ പറ്റാത്ത ഡിഫറെന്റ് ഡീവിയേഷൻസ് കാണാം. ചിൽഡ്രൻസ് വിത്ത് ഡീവിയേറ്റഡ് ക്യാരക്ടർ ബിക്കം ക്വൈറ്റ് ഇൻ പ്രിപ്പയർ എൻവയോൺമെന്റ്. നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ കുറച്ച് ക്വൈറ്റ് ആയിരിക്കും, കുറച്ച് സൈലന്റ് ആയിരിക്കും. In the prepared environment, since they start working on materials, അതിനുശേഷം അവർ പതുക്കെ നമ്മളെ മെറ്റീരിയൽസ്, മോണ്ടിസോറി മെറ്റീരിയൽസ് പതിയെ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. Children attain control over their movements and they attain power over themselves. അപ്പൊ കുട്ടികളുടെ കൺട്രോൾ വരും, അവരുടെ മൂവ്മെന്റ്സിന്റെ കാര്യത്തിലൊക്കെ കൺട്രോളും കാര്യങ്ങളും വരും. They attain power over themselves.
അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പവറും കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് കുട്ടികൾ ആദ്യം വരുമ്പോൾ മേ ബി ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കാം. പതിയെ അവര് മോണ്ടിസോറി എൻവയോൺമെന്റിൽ വന്ന് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അവരിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. കൺട്രോള്, മൂവ്മെന്റ്സിന് കൺട്രോൾ ആദ്യം സംഭവിക്കും. കാരണം ഐ ഹാൻഡ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചെറിയൊരു മൂവ്മെന്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ബർത്ത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്തിട്ട് വേണ്ട വരും ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പോ അങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കോൺസെൻട്രേഷനോട് കൂടി തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. വിത്ത് ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ, അങ്ങനെ അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ മെറ്റീരിയൽസ് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ അവരില് കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പണ്ടുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സും പതുക്കെ ഡിസപ്പിയർ ആവും. All negative traits found in children before they came in contact with the prepared environment will disappear. അവരിൽ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവ് ത്രെഡ്സും കാര്യങ്ങളൊക്കെ പതിയെ ഡിസപ്പിയർ ആകും. അവർ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ദേ ഡെവലപ്പ് പവർ ഓഫ് സെൽഫ് കൺട്രോൾ ആൻഡ് ഒബീഡിയൻസ്. കുട്ടികൾ തന്നെ ആ സെൽഫ് കൺട്രോളും ഒബീഡിയൻസും ഓട്ടോമാറ്റിക്കലി അവരിൽ സംഭവിക്കും. ദേ ഓഫർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് പ്രൊവൈഡ് മോറൽ ഹെൽപ്പ് ടു ദെയർ പിയേഴ്സ്. കുട്ടികൾ പരസ്പരം മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പരം സഹായിക്കുന്നതും മോറൽ ഹെൽപ്പും പരസ്പരം നമ്മളെ മറ്റുള്ളവർ സഹായിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദേ ആർ ഏബിൾ ടു വർക്ക് ഇൻ ഹാർമണി. നല്ലൊരു ഹാർമണിയോട് കൂടി, നല്ലൊരു ഐക്യത്തോടു കൂടി വർക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ദേ ആർ റെഫേഴ്സ്ഡ് ആസ്. അപ്പൊ ഈ ഡീവിയേറ്റഡ് ചിൽഡ്രൻ മാറി നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ആയിട്ട് മാറുമ്പോൾ നമ്മൾ അവരെ പറയുന്ന പേരാണ് ന്യൂ ചിൽഡ്രൻ ആൻഡ് ക്യാൻ ബി റെഫേഴ്സ് ടു ബി ആസ് നോർമലൈസ്ഡ്. ന്യൂ ചിൽഡ്രൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയും. പേജ് നമ്പർ 114 ആണ്, 114. ഓക്കെ, ഷെയർ ചെയ്യാൻ പറ്റിട്ടാ. അപ്പോ നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഡീവിയേഷനില് പല കുട്ടികളും പല ടൈപ്പ് ഓഫ് ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡീവിയേഷൻസ് ഉള്ള കുട്ടികളായിരിക്കും. മേ ബി സമ്മൺ ആർ ലോ, വീക്ക്, ബ്രൈറ്റ്, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡീവിയേഷൻ ഉള്ള കുട്ടികളായിരിക്കും. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവർ കുറച്ച് ക്വാളിറ്റി ആയിരിക്കും പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. അപ്പൊ പതിയെ നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ അവർക്ക് അവരുടെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും കൺട്രോൾ ചെയ്താൽ മാത്രമേ അവർക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദേ അറ്റൈൻ പവർ ഓവർ ദംസെൽഫ്. അവരിൽ തന്നെ ഒരു കൺട്രോളും കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് നല്ല കോൺസെൻട്രേഷനും കാര്യങ്ങളും വരും. പണ്ടുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് ത്രെഡ്സും ഫൗണ്ട് ബിഫോർ ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് വിൽ ഡിസപ്പിയർ. നമ്മുടെ കുട്ടികൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് ത്രെഡ്സും പതിയെ ഡിസപ്പിയർ ആവും. ദേ ഡെവലപ്പ് പവർ ഓഫ് സെൽഫ് കൺട്രോൾ ആൻഡ് ഒബീഡിയൻസ്. കുട്ടികളിൽ ആത്മീയ നിയന്ത്രണം, അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റും. അതേപോലെ ഒബീഡിയൻസ്, അനുസരണ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ദേ ഓഫർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് പ്രൊവൈഡ് മോറൽ ഹെൽപ്പ് ടു ദെയർ പിയേഴ്സ്. അവർ പരസ്പരം അവരെ സഹായിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദേ ആർ ഏബിൾ ടു വർക്ക് ഇൻ ഹാർമണി. നല്ല ഐക്യത്തോടു കൂടി, നല്ല ഹാർമണിയോട് കൂടി വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദേ ആർ റെഫേഴ്സ് ടു ആസ് ന്യൂ ചിൽഡ്രൻ. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂ ചിൽഡ്രൻ എന്ന് പറയുന്നത്. ആൻഡ് ക്യാൻ ബി റെഫേഴ്സ് ടു ബി ആസ് നോർമലൈസ്ഡ്. അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയാൻ പറ്റും. നമ്മൾ നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തെ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തെ ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. അല്ലെങ്കിൽ മറ്റൊരു നാമമുണ്ട്, സൊസൈറ്റി ബൈ കൊഹീഷൻ. സൊസൈറ്റി ബൈ കൊഹീഷൻ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് കൂടി പറയും. അത് മോണ്ടിസോറി ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ, പുതിയ വേർഡ്സ് യൂസ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് എന്താണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ നമ്മൾ ഈ നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തിൽ പറയാനായിട്ട് മോണ്ടിസോറി സെലക്ട് ചെയ്ത കുറച്ച് വേർഡ്സ് ആണ് കേട്ടോ. മാം സ്പെല്ലിംഗ് ഒന്ന് പറയോ? സൊസൈറ്റി ഓഫ് കൊഹീഷൻ, SOCIETY
SOPIETY. SOPIETY. OF. ഞാൻ ടൈപ്പ് ചെയ്തയക്കാം. ഓക്കെ, കണ്ടോ സൊസൈറ്റി ഓഫ് കൊഹീഷൻ? യെസ് മാം, കണ്ടു. ഇനി നമ്മള് ഡീവിയേഷന്റെ പല ടൈപ്സുകളാണ് നമ്മൾ നോക്കുന്നത്. ടൈപ്സ് ഉണ്ട്, ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ്. നമ്മുടെ ക്ലാസസ് ഓഫ് ഡീവിയേഷനിൽ തന്നെ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വരുന്നത് സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. സൈക്കിക് ഫ്യൂഗ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ് ഇവര്. ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ്. ഒരു ഡ്രീമിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടികളാണ് സൈക്കിക് ഫ്യൂഗ് ഡീവിയേഷൻ ഉള്ള കുട്ടികളാണ്. മനസ്സ്, നമ്മൾ പറയുമല്ലേ, മനസ്സ് നൂല് പൊട്ടിയ പട്ടം പോലെ പറന്ന് നടക്കാണ്. കേട്ടിട്ടില്ലേ? നമ്മള് സാഹിത്യമായിട്ട് ഇങ്ങനെ പറയുമല്ലോ, ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി പറയുന്ന പോലെ നൂല് പൊട്ടിയ പട്ടം പോലെയാണ് ഇവരുടെ മനസ്സ് എന്ന് പറയും. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇവരുടെ മനസ്സ് ഇവരുടെ കൺട്രോളിലല്ല. ഒരു ഡ്രീം ലൈഫ് സ്റ്റേജിലാണ് ഇവര് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇവർക്ക് ഫാന്റസിയും റിയാലിറ്റിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ഫാന്റസി, എന്താണ് റിയാലിറ്റി എന്ന് അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് റിയൽ വേൾഡിൽ എന്തെങ്കിലും റിജക്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് അവർ എസ്കേപ്പ് ടു ആ ഒരു ഫാന്റസി വേൾഡിലേക്ക് പോകാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് സൈക്കിക് ഫ്യൂഗ് ക്യാരക്ടറിലുള്ള കുട്ടികൾ. നമുക്ക് നോക്കാം സൈക്കിക് ഫ്യൂഗ് എന്താണ്. ഫ്യൂഗ് കംസ് ഫ്രം ദ ഇറ്റാലിയൻ വേർഡ് ഫോർ റൺ എവേ. ഫ്യൂഗ് എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ വേർഡ് ആയിട്ടുള്ള റൺ വേ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വന്നത്. എ ഫ്ലൈറ്റ് ഓഫ് മൈൻഡ്. ഫ്ലൈറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാല് മനസ്സ്, നമ്മളുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നൂല് പൊട്ടിയ പട്ടം പോലെ പറയില്ലേ, അതേപോലെ ഒരു ഫ്ലൈറ്റ് ഓഫ് മൈൻഡ്, മനസ്സിന്റെ ഒരു പറക്കുന്ന ഒരു അവസ്ഥയാണത്. When the child mind sees hindrance, നമ്മുടെ കുട്ടിയുടെ മനസ്സ് എന്തെങ്കിലും തടസ്സം നേരിടുമ്പോൾ the child will take refuge in a fantasy world. കുട്ടിയുടേത് ആ ഒരു ഫാന്റസി വേൾഡിലേക്ക് റെഫ്യൂജ് എന്ന് വെച്ചാല് ഒളിക്കാനായിട്ട് ശ്രമിക്കും. അവരുടെ ആ ഒരു ഫാന്റസി വേൾഡിലേക്ക് എസ്കേപ്പ് ആവും. A world that he find more preferable than the real world. ആ കുട്ടിയുടെ റിയൽ വേൾഡിനേക്കാൾ കൂടുതൽ പ്രിഫറബിൾ ഏതായിരിക്കും? ആ ഒരു ഫാന്റസി വേൾഡ് ആയിരിക്കും കുട്ടീനെ സംബന്ധിച്ച്. ഓക്കെ, 2 points is to know if this is a deviation. രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ, ഇത് ഡീവിയേഷൻ ആണെന്ന് പറയാനായിട്ട്. If the child cannot tell the difference between fantasy and reality. ഫാന്റസി റിയാലിറ്റിയും തമ്മിൽ കുട്ടിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്ന അവസ്ഥയാണ്. The child use the world of fantasy as means of escape instead of game. എന്തെങ്കിലും ആക്ടിവിറ്റിയോ ഗെയിം ഒക്കെ കൊടുക്കുമ്പോൾ അവര് ഫാന്റസി വേൾഡ് ആയിട്ട് അത് വേൾഡിലെ കാര്യങ്ങളായിട്ട് അവര് കണക്ട് ചെയ്ത് പറയും. ഇനി ഞാനൊരു റിയൽ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാം. ഞാൻ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കുട്ടിയുടെ ബർത്ത്ഡേയുടെ സമയത്ത് ചോക്ലേറ്റ് കൊടുക്കുന്നു. എല്ലാവരും കൊടുക്കുമല്ലോ, ക്ലാസ്സിൽ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കും. അപ്പൊ ഈ കുട്ടി പറഞ്ഞു എനിക്കൊരു ചോക്ലേറ്റ് കൂടി വേണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് ആണ് ആ കുട്ടി കൊടുത്തത്. എന്നോടാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്തിനാ ഒരു ചോക്ലേറ്റ് വേണം എന്ന് പറയുന്നത്, എക്സ്ട്രാ എന്തിനാ ആർക്കാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എന്റെ കുഞ്ഞൂട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അനിയൻ കുട്ടി ആയിരിക്കും കുഞ്ഞൂട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ചോക്ലേറ്റ് ഓർഗനൈസ് ചെയ്തു, അവര് കൊടുത്തു വിട്ടാ. അപ്പൊ കുഞ്ഞുട്ടെന്ന് പറയുന്നത് അനിയനാണ് വിചാരിക്കുന്നത്. സംസാരിക്കുമ്പോഴൊക്കെ വീട്ടിൽ പോയിട്ട് കുഞ്ഞുട്ടനൊപ്പം കളിക്കണം, അതേപോലെ അങ്ങനെ കുറെ എപ്പോഴും കുഞ്ഞുട്ടെന്ന് പറയുന്ന വേർഡ് എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു അനിയനായിരിക്കും കുഞ്ഞുട്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇതുവരെ ഞാൻ ആളെ കണ്ടിട്ടില്ല. അപ്പൊ ഒരു എല്ലാവരും അട്രാക്ഷൻ ആണ് ഇവരുടെ കൊണ്ടുവന്നാക്കാനും തിരിച്ചു കൊണ്ടുപോരാനും വരുന്നത്. ഒരു ദിവസം അമ്മ വന്നിട്ട് ഞാൻ ചോദിച്ചു കുഞ്ഞുട്ടൻ ആരുടെ അടുത്താന്ന് ചോദിച്ചു. അപ്പൊ ആരുടെ അടുത്ത് ആക്കിയിട്ടാ വന്നേന്ന് ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് എളേ മോനെ എവിടെ ആക്കിയിട്ടാ വന്നേന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പൊ എന്നോട് ചോദിച്ചു പറഞ്ഞു അത് കുഞ്ഞുട്ടൻ പറയണത്, ഇവൻ പറയണത് നമ്മുടെ പാവക്കുട്ടിനെയാണ് കുഞ്ഞുട്ടൻ എന്ന് പറയുന്നത്. എനിക്ക് ആകെ ഒരു കുട്ടിയേ ഉള്ളൂ, അത് ഇവൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വർക്കിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ
ഭയങ്കര ഷോക്കായി. കാരണം അത്രയും നാൾ അവൻ മെയിൻറ്റെയിൻ ചെയ്ത ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അനിയനാണെന്ന് ഫീൽ ചെയ്യും. അവരുടെ കൂടെ ഉള്ള ഒരു ആളാണ്, ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ബാക്കി കുറെ കുട്ടികൾ വിശ്വസിച്ചിരുന്നത്. കാരണം എന്താണ്, ഇവൻ പറയുന്ന എല്ലാ കാര്യത്തിലും ഈ കുഞ്ഞുട്ടന്റെ കാര്യം എപ്പോഴും പറയുമായിരുന്നു. അച്ഛനാണെങ്കിൽ ഗൾഫിലാണ്, ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് എന്തോ വാങ്ങിച്ചു കൊടുത്തൊരു ടോയ് ആണ് ഈ കുഞ്ഞുണ്ടെന്ന് പറയുന്ന ടോയ്. അപ്പം ഈ കുട്ടിക്ക് എനിക്ക് തോന്നി ഇവനും ഇതേപോലൊരു ഡീവിയേഷൻ ആണ്. കാരണം എന്താണ്, അവനാ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവന് നമ്മള് ജീവനുള്ള വസ്തുവിനെയും ജീവനില്ലാത്ത വസ്തുവിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ലേ, അത് അവന് പറ്റുന്നില്ല. അവൻ അവന്റെ ഇമാജിനേറ്റീവ് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ജീവനുള്ള ഒരു അവന്റെ ഫ്രണ്ട് ആയിട്ടാണ് ആരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, കുഞ്ഞുട്ടനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ഫാന്റസിയും റിയാലിറ്റിയും തമ്മിൽ അവന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇനി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെ കുഞ്ഞുട്ടന്റെ ഒപ്പം കളിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. മനസ്സിലായോ? ഞാൻ ഇന്നലെ കുഞ്ഞുട്ടന് വൈകിയായിരുന്നു, അതുകൊണ്ടായിരുന്നു ഹോംവർക്ക് ചെയ്യാഞ്ഞത്. അങ്ങനെ ഓരോ കാരണങ്ങൾ പറയും. അപ്പോ നമ്മൾക്ക് എന്താണ്, അവന് ആ ഒരു ഡീവിയേഷനിലേക്ക് അവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇപ്പോ അമ്മയാണെങ്കിൽ വർക്കിംഗ് ആണ്, അച്ഛനാണെങ്കിൽ പുറത്താണ്, ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പം നിൽക്കുന്നത്. ഇവർക്ക് അധികം കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. എന്നുവെച്ചാൽ കുട്ടീനെ കെയർ ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നില്ല, അറ്റൻഷനും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് കുട്ടിയുടെ ഉള്ളിൽ വന്നൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ, ആ ഒരു കെയറും അറ്റാച്ച്മെന്റ് ഒന്നും കിട്ടാതെ വന്നപ്പോ അവന് വന്ന ഒരു വിഷമം. അവനത് എങ്ങനെയാണ് വേറൊരു ലോകം ക്രിയേറ്റ് ചെയ്ത് അവിടെ അവനെ കെയർ ചെയ്യാനും അവനോട് സംസാരിക്കാനൊക്കെ ഒരുപാട് വ്യക്തികളുള്ള പോലെ അവൻ ഇമാജിൻ ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ അത് കറക്റ്റ് ടൈമിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ആ ഇടയ്ക്കാണ് കുട്ടിയുടെ ഹസ്ബൻഡ് അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്നതും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ നാള് കോവിഡ് ഒക്കെ വന്നു. പിന്നെ കുറെ നാള് എന്താണ് വീട്ടിൽ തന്നെയായിരുന്നു. അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഒക്കെ നല്ല രീതിയിൽ വീട്ടിൽ തന്നെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ അവനിൽ ഈ ഡീവിയേഷനും കാര്യങ്ങളൊക്കെ പതിയെ പതിയെ പോയി. അപ്പൊ അത് ആ ഒരു ഡീവിയേഷൻ കറക്റ്റ് എടുത്ത് സോൾവ് ചെയ്യാനായിട്ട് ആ ടൈം പറ്റി. കോവിഡ് ഒക്കെ കുറച്ച് കാര്യം കൊണ്ട് ഭാഗ്യം ചെയ്തതാണ് അല്ലെ. കോവിഡ് വന്നതുകൊണ്ട് ഒരുപാട് ഫാമിലി റിലേഷൻഷിപ്പുകളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയൊരു കാലഘട്ടമായിരുന്നു. പിന്നെ ഒരു വിഷമമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ആ ഒരു ഇൻസിഡന്റ് കാരണം നമ്മളെ വിട്ട് പോയിട്ടുണ്ടാവും. അതും നമുക്കൊരു വിഷമമുള്ള കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും കുറച്ചൊരു ടൈം കിട്ടി. കോവിഡിന്റെ സമയത്ത് ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ ഫാമിലിയിലെ മെമ്പേഴ്സും തമ്മിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം ഒക്കെ കിട്ടി. അതൊക്കെ നല്ല കാര്യമാണ്. നമ്മുടെ കുട്ടികളോട് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ടു റിസോൾവ് ദിസ് ദ ടീച്ചർ വിൽ സെന്റർ ഓൺ വാട്ട് ടു ഡു അറ്റ് ഹോംവർക്ക്. നമ്മളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഹോംവർക്ക് കൊടുക്കും. ഹോംവർക്ക് എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും മാക്സിമം ഹോംവർക്ക് കൊടുക്കും. അവർ ഈ ഹോംവർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അവര് ടയേർഡ് ആവും, ഉറക്കം വരും. അപ്പൊ ദിവസം വന്നോണ്ട് കുഴപ്പമില്ല. ഇത്രയും ഹോംവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഒരു പരിധി വരെയുള്ള ഡീവിയേഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. The teacher may recommend an activity that child would do at home. വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന് കുട്ടിയോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ ഈ സൈക്കിക് ഫ്യൂഗ് നമുക്ക് തടയാനായിട്ട് സാധിക്കും. സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ മിസ്സേ? ഡിഫൻസ് മെക്കാനിസത്തിൽ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഡേ ഡ്രീമിങ് ആൻഡ് ഫാന്റസി. ഉണ്ട്. തന്നെ നമ്മളിപ്പോ ഇപ്പൊ എന്താ പറയാ, നമ്മള് പകൽ സമയത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ണ് തുറന്നിട്ടായിരിക്കും ഒരു സ്വപ്നം കാണുന്നത്. ചിലപ്പോ അവര് ഫുള്ള് എന്താണ് റെസ്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കും, ഫുൾ എന്താണ് അവര് ഫ്രീ ആയിട്ട് റെസ്റ്റ് ചെയ്തിരിക്കാന്ന് വിചാരിക്കും. പക്ഷേ എന്താണ് അവര് റെസ്റ്റ് ഒന്നും എടുത്തല്ലായിരിക്കും. എന്താണ് അവര് അവരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് പോകുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആയിരുന്നു? സൈക്കിക് ഫ്യൂഗ് ആണോ? ഞാൻ ഡീവിയേഷൻസ് ഒക്കെ വായിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്റെ അടുത്ത്. ഓക്കെ, ഡ്രീമിങ് അല്ലേ, ഫാന്റസി സെമിനാർ എടുത്തിരുന്നത്. ഓക്കെ, ഏകദേശം അതേപോലുള്ള അവസ്ഥയാണ്. അതിൽ നിന്ന് കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കേസാണ് സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡീവിയേഷൻ സൈക്കിക് ബാരിയർ ആണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, സാധാരണ കുട്ടികള് നമ്മളിപ്പോ ടോയ്സ് ഒക്കെ വെച്ച് കളിക്കില്ലേ,
അത് സൈക്കിക് ഫ്യൂഗാന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ ഇപ്പൊ ടോയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ കുട്ടീനെ ടോയൊക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് അത് ഡീവിയേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അവരെ നിരുത്സാഹപ്പെടുത്തൊന്നും ചെയ്യരുത്. ചിലപ്പോ ചെയറിലൊക്കെ ഇരുത്തി അവരിങ്ങനെ ടോയ്സ് ഒക്കെ വെച്ചിട്ട് അവർ കളിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ നോർമലാണ്. എപ്പോഴാണ് അത് ഡീവിയേഷൻ ആകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് റിയാലിറ്റിയും ഫാന്റസിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ക്യാരക്ടേഴ്സ് അവന്റെ ഒപ്പം ഉള്ളത് പോലെ തന്നെ അവനെ എന്ത് ചെയ്യും, അവന്റെ മനസ്സ് ക്രിയേറ്റ് ചെയ്യാണ്, അവന്റെ കൂടെ ഉള്ള വ്യക്തികളാണ് എന്നുള്ള രീതിയിൽ അവനത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡീവിയേഷൻ ആണ്. ഇപ്പൊ ജസ്റ്റ് ടോയ്സിനെ നമ്മളെന്താ സ്കൂളിൽ കൊണ്ടുപോകാത്തത്, നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയിക്കൂടെ, സ്കൂളിൽ ചേർത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ എന്താണ്, അതൊക്കെ സൈക്കിക് ഫ്യൂഗാന്ന് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷെ കുട്ടികൾ പക്ഷെ ടോയ്സ് ഒക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന അതൊക്കെ നോർമലാണ് കേട്ടോ. അൻസു കുട്ടികളെ ഓൺ ചെയ്തതാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. അടുത്താണ് സൈക്കിക് ബാരിയർ. നമ്മുടെ കുട്ടികൾക്ക് റിയൽ വേൾഡില് ലവും അഫക്ഷനും ഒന്നും കിട്ടാതെ വരുമ്പോ അവർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ റിയൽ വേൾഡും ഫാന്റസി വേൾഡും തമ്മിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും, ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മതില്, ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു മതിൽ ക്രിയേറ്റ് ചെയ്ത് അവര് എന്താ പറയാ, അവർക്ക് എപ്പോഴൊക്കെയാണോ ഡിസപ്പോയിന്റ്മെന്റ് വരുന്നത്, റിയൽ വേൾഡിൽ അവർക്ക് ഇപ്പോഴൊക്കെയാണോ വിഷമം വരുന്നത്, അല്ലെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റ് വരുന്നത്, റിജക്ഷൻ വരുന്നത്, ഒബ്സ്റ്റക്കിൾസ് തടസ്സം വരുന്നത്, ആ സമയത്തൊക്കെ അവര് ഈ ഒരു ഫാന്റസി വേൾഡിലേക്ക് എസ്കേപ്പ് ആകും. എന്നിട്ട് ആ ഒരു ഫാന്റസി വേൾഡിൽ അവർക്ക് എല്ലാം കിട്ടുന്നതായിട്ടും അവരെ ഒരുപാട് പേര് സ്നേഹിക്കുന്നതായിട്ടൊക്കെ അവരിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് സൈക്കിക് ബാരിയർ എന്ന് പറയുന്നത്. കറക്റ്റ് ടൈമിൽ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്താണ് റിട്രെയിൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് കുട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ സപ്പോസ് സിംഗിൾ പാരന്റ്സ് ആണ് കുട്ടിനെ വളർത്തുന്നതെങ്കിൽ ഒരു പാരന്റിനെ മാത്രം കെയർ കിട്ടി വളർത്തുന്ന കുട്ടികളിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ബാരിയർ ആണ് സൈക്കിക് ബാരിയർ എന്ന് പറയുന്നത്. കാരണം ആ കുട്ടിക്ക് രണ്ട് പാരന്റ്സിനെയും കൂടി കെയറും അറ്റൻഷനും കിട്ടിയാൽ മാത്രമാണ് നല്ല രീതിയിൽ നല്ലൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയിൽ കുട്ടികൾ ഗ്രോ ചെയ്ത് വരുള്ളൂ. ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ച സമയത്ത് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? This is when a child erects a barrier between him and the world. അവരും അവന്റെ വേൾഡ് ആയിട്ട് അവരൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു തടസ്സം. The child feels so disappointed. കുട്ടിക്ക് എപ്പോഴൊക്കെ ഡിസപ്പോയിന്റ്മെന്റ് വരുന്നു, in the way he has been treated, അവൻ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതി അവൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ the child goes from a fantasy world to reject the real world. അവൻ അവന്റെ റിയൽ വേൾഡ് റിജക്ട് ചെയ്ത് അവൻ എന്ത് ചെയ്യും, അവന്റെ ഫാന്റസി വേൾഡിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടും. ആൻഡ് ദ പ്ലേസ് ഓഫ് ഒബ്സ്റ്റക്കിൾസ് അഗെയിൻസ്റ്റ് ഇറ്റ്സ് എൻവയോൺമെന്റ്, അവന്റെ ചുറ്റുപാടും ഉള്ള തടസ്സങ്ങൾ അവൻ നേരിടുമ്പോ, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോവാൻ പറഞ്ഞിട്ട് വേണ്ട പോവണ്ടെന്ന് പറഞ്ഞ് നമ്മള് അവരെ വഴക്ക് പറയുകയാണെങ്കിൽ അവര് ആ തടസ്സം നേരിട്ടല്ലോ, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പൊ തന്നെ അവൻ എന്ത് ചെയ്യും, അവന്റെ ഒരു ഇമാജിനേറ്റീവ് വേൾഡിലേക്ക് പോകും. അവൻ ചിലപ്പോ സോഫയിൽ കണ്ണു തുറന്നായിരിക്കും കിടക്കുന്നത്, നമ്മൾ വിചാരിക്കലും കണ്ണടച്ചായിരിക്കും കിടക്കുന്നത്, ശരിക്കും ഉറങ്ങായിരിക്കില്ല, അല്ലെങ്കിൽ അവൻ സ്ലീപ്പ് ആയിരിക്കില്ല, അവൻ ഡ്രീമിങ് ആയിരിക്കും, സ്വപ്നം കണ്ടുകൊണ്ട് എടുത്തായിരിക്കും. ഇതിനെയാണ് സൈക്കിക് ബാരിയർ എന്ന് പറയുന്നത്. ഇഫ് ഹി ഡസ് നോട്ട് ഗെറ്റ് ഹെൽപ്പ് അറ്റ് റൈറ്റ് ടൈം, കറക്റ്റ് സമയത്ത് നമ്മുടെ ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ ഹിസ് പേഴ്സണാലിറ്റി മേ ബി റിട്രെയിൻഡ്, അവരുടെ പേഴ്സണാലിറ്റി റിട്രെയിൻഡ് മന്ദഗതിയിൽ അല്ലെങ്കിൽ നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് പോവാനുള്ള ചാൻസ് ഉണ്ട്. സൈക്കിക് ഫ്യൂഗും സൈക്കിക് ബാരിയറും എന്താ പറയുക സഹോദരങ്ങളെ പോലെയാണ്, രണ്ടും ഏകദേശം സെയിം ആണ്. സൈക്കിക് ഫ്യൂഗിനേക്കാൾ കുറച്ചും കൂടി ഇത്തിരി പ്രശ്നമുള്ളതാണ് സൈക്കിക് ബാരിയർ എന്ന് പറയുന്നത്. ആ രണ്ട് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാൻ പറ്റുമോ? രണ്ട് ഡീവിയേഷൻസും മനസ്സിൽ വായിച്ചാൽ മതി കേട്ടോ.
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ട്യൂബും സൈക്ലിക് ബാരിയറും. ഓക്കെ, ഡൗട്ട് ഒന്നും ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഡീവിയേഷൻ ആണ് അറ്റാച്ച്മെന്റ്. അയ്യോ, അറ്റാച്ച്മെന്റ് വേണമെന്നല്ലേ മിസ് പറയണത്? അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് ഡീവിയേഷൻ ആയിട്ട് മാറുന്നതെന്നായിരിക്കും ഓരോരുത്തർ ചോദിക്കുന്നത്. അറ്റാച്ച്മെന്റ് ഓക്കെയാണ്, പക്ഷെ ഓവർ അറ്റാച്ച്മെന്റ് എന്തും അമൃതം അതാണ്. ഒരുപാട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അമൃതം ഓക്കെ, അതേപോലെ തന്നെയാണ് ഓവർ അറ്റാച്ച്മെന്റ് ആണ് ഇവിടെ പ്രോബ്ലം. കുട്ടിയുടെ പാരന്റ്സും തമ്മിലുള്ള അഫെക്ഷനും ലവും അല്ല ഇവിടെ നോട്ട് റെഫേഴ്സ് ടു നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ പാരന്റ് ആൻഡ് ചിൽഡ്രൻ അല്ല നമ്മളിവിടെ പറയുന്നത്. ഓവർ അറ്റാച്ച്മെന്റ് ആണ് നമ്മൾ ഡീവിയേഷൻ പറയുന്നത്. ചില കുട്ടികളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല പാരന്റ്സ്. എല്ലാ കാര്യവും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അവരെപ്പോഴും ഡിപ്പെൻഡ് ആക്കും. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പോലും അറിയാത്ത എന്തോരം കുട്ടികൾ ഉണ്ടെന്ന്. പ്രത്യേകിച്ച് ആൺപിള്ളേരെ നമ്മൾ പറയുകയാണെങ്കിൽ പെൺകുട്ടികളെ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആക്കിയിട്ടാണ് നമ്മള് അമ്മമാര് വളർത്തുന്നെങ്കിൽ ആൺകുട്ടികൾക്ക് എല്ലാ കാര്യവും ആര് ചെയ്തു കൊടുക്കും? അമ്മമാര് ചെയ്തു കൊടുക്കും. അങ്ങനെ ചീത്തയൊക്കെ എന്തോരം പേരാണ് ഇങ്ങനെ അഫെക്ഷനും അറ്റാച്ച്മെന്റ് ഓവർ അറ്റാച്ച്മെന്റ് കാരണം വളർത്തിക്കൊണ്ടുവന്ന എന്തോരം പേരാ ഉള്ളതല്ലേ? നമ്മളുടെയൊക്കെ ഹസ്ബൻഡ്മാരെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു എക്സാമ്പിൾ കിട്ടും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാ, ഞാൻ എന്തായാലും എന്റെ മോനെ വളർത്തുകയാണെങ്കിൽ ഒരിക്കലും എന്റെ ഇത്രയും അറ്റാച്ച്മെന്റോട് കൂടി ഒരാളെ വളർത്തില്ല. എന്റെ മോനെ ഞാൻ വളർത്തില്ല, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തുള്ളൂ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. ജസ്റ്റ് അവരുടെ കാര്യങ്ങൾ അവർക്ക് സ്വയം ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ തമാശക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ അമ്മയ്ക്കൊക്കെ ഇഷ്ടമായില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ പഴയ ചിന്താഗതി ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ വെച്ചാല് ആൺകുട്ടികൾ ഒന്നും ചെയ്യരുത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അവരുടെ. പണ്ടത്തെ പാരന്റ്സിന്റെ. ഇന്നത്തെ പാരന്റ്സ് കുറച്ചും കൂടി മാറിയിട്ടുണ്ട് അല്ലെ? നമ്മളൊക്കെ കുറച്ചും കൂടി പുരോഗമനം ചിന്താഗതിയുള്ള പാരന്റ്സ് ആണ്. കുട്ടികളെ കൊണ്ട് ഇപ്പോ ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ കൊണ്ട് അങ്ങനെ വേർതിരിവൊന്നുമില്ല. എല്ലാവരെ കൊണ്ടും അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യിക്കേണ്ടത്. അവരുടെ കാര്യങ്ങൾ അവർ സ്വയം ചെയ്യണം അല്ലെ ജയശ്രീ? അങ്ങനെയാണോ വീട്ടിലുള്ള രണ്ടുപേരെ? അതെ മിസ്, ഒരേപോലെ തന്നെ മൂന്നുപേരെ. കാരണം ഇപ്പൊ ഇവരോട് പറയും, മൂത്ത കുട്ടികളോട് തുണി ഇടണം, അപ്പൊ അവര് പറയും അവളോടൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും അവള് കുറച്ചാവട്ടെ, ഇവരോട് പറയുമ്പോ അവളും അതേപോലെ ചെയ്യുന്നുണ്ട് മിസ്. ഇപ്പൊ ഹസ്ബൻഡ് ഭയങ്കര പ്രശ്നമാണ്, അപ്പൊ അതുകൊണ്ട് ഇവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിള്ളേര് ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ നമ്മള് ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുത്ത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ വളർത്താനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഓവർ അറ്റാച്ച്മെന്റ് വരുന്നത് കുറെ പ്രോബ്ലം ആണ്. എന്റെ പരിചയത്തിൽ പോലും ഈ ബട്ടൺസ് പോലും വന്നിട്ട്
സോറി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് അറ്റാച്ച്മെന്റിനെ കുറിച്ചിട്ടാണ്. ഓവറായിട്ടുള്ള ലവ് ആൻഡ് അഫെക്ഷൻ കുട്ടികളെ വഷളാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. കുട്ടികളെ നല്ലതെന്ന് വിചാരിച്ച് നമ്മൾ ഓവറായിട്ട് അവരെ അറ്റാച്ച്മെന്റ് അവരുടെ ഏജ് അനുസരിച്ച് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നമ്മൾ വളർത്തണം. ഇപ്പൊ എന്റെ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവർ ചെറിയ കുട്ടികളാണ്, പക്ഷെ അവർ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ വളർത്തുന്ന മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവരെ കൊണ്ട് തന്നെ ചെറിയ ചെറിയ ടാസ്കുകളാണെങ്കിലും അവരെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം എപ്പോഴും നമ്മള് ചെയ്തു കൊടുക്കാൻ ഉണ്ടാവണമെന്നില്ല. അപ്പോ നമ്മളില്ലെങ്കിൽ പോലും അവരൊറ്റയ്ക്ക് അത് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കും. ആ ഒരു രീതിയിൽ വേണം നമ്മള് കുട്ടികളെ എന്ത് ചെയ്യാനായിട്ട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്. ഇറ്റ് ഡസ് നോട്ട് റെഫേഴ്സ് ടു നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ദ പാരന്റ്, ബട്ട് റെഫേഴ്സ് ടു സിറ്റുവേഷൻ വേർ ദ പാരന്റ്സ്, നോർമലി ദ മദർ. അതാണ് ഈ ഓവർ അറ്റാച്ച്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അമ്മമാരാണ് കേട്ടോ. മെയിൻ ആയിട്ട് കുട്ടികളോട് ഓവറായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള ആർക്കാണ്? അമ്മമാർക്കാണ്. സോ മേക്സ് ദ ചൈൽഡ് ബിക്കം ഡിപ്പെൻഡ് ഓൺ ദം. എപ്പോഴും കുട്ടീനെ ഡിപ്പെൻഡ് ചെയ്യണം. ഡിപ്പെൻഡ് നമ്മള് എപ്പോഴും എല്ലാ കാര്യവും കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് നമ്മളാണ് ഓവറായിട്ട് അറ്റാച്ച്മെന്റ് ആക്കി മാറ്റുന്നത് പാരന്റ്സ്, അമ്മമാര്. These children are very domestic because they cannot resist the strong influence of adult. മുതിർന്നവർ പറയുന്നത് ഇങ്ങനെ ഓവർ അറ്റാച്ച്മെന്റ് ആയിട്ട് വളർത്തുന്ന കുട്ടികളാണെങ്കിൽ മുതിർന്നവർ പറയുന്നത് എന്താ പറയാ, റെസിസ്റ്റ് ചെയ്യില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടസ്സമൊന്നും പറയില്ല. എല്ലാ കാര്യങ്ങളും ഭയങ്കര അനുസരണയോട് കൂടിയായിരിക്കും കേൾക്കുന്നത്. എപ്പോഴും പ്രശ്നം വരുന്നതെന്ന് അറിയാവോ? ഒരു ഫാമിലി ലൈഫൊക്കെ ഈ കുട്ടികൾ, മെയിനായിട്ട് ആൺകുട്ടികള്, അമ്മമാരുടെ അനുസരണത്തിൽ വളരുന്ന ആൺകുട്ടികൾ ഫാമിലി ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവര് ഇതേപോലെ ആവും. പക്ഷെ ഭയങ്കരമായിട്ട് ഈ ഒരു അറ്റാച്ച്മെന്റ് പ്രോബ്ലവും അതേപോലെ തന്നെ ഭയങ്കര അനുസരണയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ഫാമിലീസിൽ ഇഷ്യൂ വരാനായിട്ട് തുടങ്ങും. The mother will not allow to be independent and overshadow these children. കുട്ടീനെ ഇൻഡിപെൻഡന്റ് ആക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം സ്വയം ചെയ്യാനോ കുട്ടീനെ കൊണ്ട് അനുവദിക്കില്ല. എപ്പോഴും അമ്മയുടെ ഫുൾ നിയന്ത്രണത്തിലായിരിക്കും ആദ്യ കുട്ടികൾ വളരുന്നത്. These parents substitute their personality of their children's personality. കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ അനുവദിക്കാതെ പാരന്റ്സിന്റെ പേഴ്സണാലിറ്റി അതിലേക്ക് എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. The children call for attention. ഏതൊരു കാര്യം ചെയ്യാൻ പോലും കുട്ടികളുടെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഈവൺ ഒരു ബട്ടൺ പോലും ഇടാനായിട്ട് കുട്ടികൾക്ക് അറിയില്ല. കാരണം പാരന്റ്സ് ചെയ്ത് കൊടുത്ത് അത് കുട്ടികൾക്ക് പാരന്റ്സ് തന്നെ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ഡിമാൻഡ് പോലെ ആവും. അവർ പാരന്റ്സ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു രീതിയിലാവും. ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് നേരിട്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും അവർ സ്വയം ഫുഡ് കഴിക്കില്ല, നമ്മളോട് ഡിമാൻഡ് ചെയ്യും ഫുഡ് വരുത്തണം എന്ന് പറയും. അല്ലെങ്കിൽ ഫുഡ് ഞങ്ങൾക്ക് കഴിക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞ് വാശി പിടിക്കും. ഏതൊരു കാര്യത്തിലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികളാണ് ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടീച്ചേഴ്സ് ഷുഡ് ഗ്രാൻഡ് ഫ്രീഡം ഫോർ ദീസ് ചിൽഡ്രൻ, ദീസ് കൈൻഡ്സ് ഓഫ് ചിൽഡ്രൻ. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ടീച്ചേഴ്സ് എന്ത് കൊടുക്കണം? ആ ഒരു ക്ലാസ് റൂമിലെങ്കിലും ഫ്രീഡം കൊടുക്കണം. കാരണം വീട്ടിൽ അവർക്ക് ഫ്രീഡം ഇല്ല. സോ ക്ലാസ് റൂമിലെങ്കിലും അവർക്ക് ഫ്രീഡം കൊടുക്കണം. ടീച്ചേഴ്സ് ഷുഡ് നോട്ട് സെർവ് ദ ചിൽഡ്രൻ. കുട്ടികളെ സെർവ് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കരുത്. ഗീവ് ദ ചിൽഡ്രൻ ഓൾ ദ ഫ്രീഡം ദേ റിക്വയർഡ്. കുട്ടികൾക്ക് വേണ്ട ഫ്രീഡവും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇനിഷ്യലി പ്രൊവൈഡ് മോർ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി ഫോർ ദീസ് ചിൽഡ്രൻ. കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് കൊടുക്കണം. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റിയുടെ 2 മെറ്റീരിയൽ മാത്രമാണ് ഉള്ളത്. ഒന്ന് നമ്മളുടെ മാറ്റിനെ കുറിച്ച് ഇമ്പോർട്ടൻസ് ഞാൻ ജിഷാമിസ് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇനിയുള്ളത് ബട്ടണിങ് ഫ്രെയിംസ് നിങ്ങൾ ചെയ്യും, ഡ്രസ്സിംഗ് ഫ്രെയിംസ് അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസുകൾ കുട്ടികൾക്ക് കൊടുക്കണം. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ലോക്ക് ആൻഡ് കീ ഇതൊരു പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി ഉണ്ട്. കുറച്ച് ലോക്സും കുറച്ച് കീയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോക്ക് ആൻഡ് കീ വെച്ചിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാം. അപ്പൊ ഒരു 5 ലോക്ക് ആൻഡ് കീയുടെ സെറ്റ് എടുക്കാം. ലോക്ക് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഒന്നിനൊന്നായിട്ട് ലോക്ക് ചെയ്യാം. കുട്ടികൾക്ക് ഈ കീയുടെ സെറ്റ് കൊടുത്ത് അവരോട് ഓപ്പൺ ചെയ്യിപ്പിക്കാം. ഈ ഓപ്പൺ ചെയ്യുന്നത് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ ലോക്ക് ആൻഡ് കീ അവർക്ക് ലോക്ക് ഓപ്പൺ ചെയ്യാനും അത് ലോക്ക് ചെയ്യാനും കുട്ടികൾ തന്നെ എന്ത് ചെയ്യും? പഠിക്കും. അപ്പൊ ലോക്ക് ആൻഡ് കീ അത് മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഈ ഒരു ബോട്ടിലുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോട്ടിൽസ് ഉണ്ട്. നമുക്ക് ബോട്ടിൽസ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിന്നുകളുണ്ട്. ഈ ടിന്നുകൾ ഓപ്പൺ ചെയ്യാനും
അത് എങ്ങനെ അടയ്ക്കണം എന്നുള്ളത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി ആണ് അല്ലെ. ചില ടിന്നുകൾ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതിയാവും, അത് ലോക്ക് ആവും. ചിലത് നമ്മളിങ്ങനെ റോൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് ലോക്ക് ആക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ബട്ടൺ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗിന്റെ ആക്ടിവിറ്റി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ടീ എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത്, പ്രോപ്പർ ആയിട്ട് ടീയും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ യൂട്യൂബിലൊക്കെ നോക്കാണ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്കാണെങ്കിൽ അത് നമ്മുടെ കുട്ടികൾക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് ടൈപ്പ് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യിക്കുന്നതിലൂടെ കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അറ്റാച്ച്മെന്റ് ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്തോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആക്ടിവിറ്റി, ജോമെട്രിക്കൽ ഷേപ്സ് ആയിരുന്നു. അത് ചെയ്തവര് പേര് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ ഓർഡറിൽ ഞാൻ വിളിക്കാം കേട്ടോ. മിസ്സേ, ജോമെട്രിക്കൽ ഷേപ്പ് മാത്രമല്ല, മറ്റേ ബീഡ് സ്ട്രിങ് ഉണ്ടായിരുന്നു, പിന്നെ സെൻസ് ഓർഗൻസിന്റെ ചാർട്ട് ഉണ്ട്, ഫ്ലാഷ് കാർഡ്. അതെ മാം. ആണ് ചെയ്തവര് പേര് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെയൊക്കെ വർക്ക് കാണാം കേട്ടോ. അസ്ന, പ്ലീസ് പിരമിഡ്. മറ്റേ ക്യാമറ ഇല്ല. സോ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ കാണിച്ചാലും മതി. ക്യാമറ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നേരത്തെ കാണിച്ച പോലെ കാണിച്ചു കണ്ടു. കാണുന്നില്ലേ മാം? ഇല്ലാടാ. ഇപ്പോഴോ? ഇല്ലടാ. ഫ്രണ്ട് ക്യാമറ മോന്റെ സൈഡിൽ ഇത് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ ഫോൺ കാണുന്ന പോലെ ഇങ്ങനെ. അതാ വയറ് കാണുന്നുണ്ടാവൂലേ? ഒന്നും കാണുന്നില്ല. ഒന്നും കാണുന്നില്ലടാ. ഇപ്പോഴോ? ക്യാമറ ഫോൺ തന്നെ തിരിച്ചു കാണിച്ച ഇങ്ങനെ. അങ്ങനെ അതന്നെ. ഇപ്പൊ കാണാം.
ജോമെട്രിക് സോളിഡ്സും ചെയ്തിട്ടുണ്ട്. ഓക്കേടാ. കാണാൻ പറ്റുന്നില്ല കേട്ടോ, ഫാൻ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ ഓക്കെ, കാണാം കാണാം. കണ്ടോട്ടെ, പേര് ഞാൻ കിട്ടുന്നുണ്ടല്ലേ? കാണാനില്ലേ? കാണാം കാണാം, നന്നായിട്ടുണ്ട് കേട്ടോ. അനുമോൾ ഓക്കെ കണ്ടിട്ട് ഫസ്റ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാം മിസ്സേ, എനിക്ക് ബാക്ക് ക്യാമറ വർക്കിംഗ് അല്ല. ഓക്കേടാ. ലീഡ് സ്ട്രിങ് കണ്ടു മാം? കണ്ടു കണ്ടു, ഫസ്റ്റ് കണ്ടു കേട്ടോ. ഇയർഫോണ് നിലത്ത് വീണു. മാം കണ്ടോ? ഞാൻ കണ്ടുവിട്ട, ഹസ്ന കണ്ടുവിട്ട, നന്നായിരുന്നു കേട്ടോ. ഓക്കെ മാം. മിസ്സേ ജോമെട്രിക് ഷേപ്പ് ആണ്. കണ്ടു കണ്ടു, ജോമെട്രിക് ഷേപ്സ് കണ്ടു കേട്ടോ. പൊല്യൂഷന്റെ ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ശരണ്യ ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കേടാ. ഫിലമിറ്റ്സ് അല്ലേ? പിന്നെ ഓക്കേടാ. ജോമെട്രിക് ഷേപ്സ് കാണാം കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ഉണ്ട് മിസ്സേ. ഓക്കേടാ ഓക്കെ. ഇതിന്റെ ചാർട്ടല്ലേ നന്നായിട്ടുണ്ട്, വരച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട്. ഹസ്ബൻഡ് വർഷം നന്നായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. കാര്യോട്ടാ മിസ് പറഞ്ഞു, നന്നായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. രമ്യ മിസ്സേ കാണിച്ചോട്ടെ? പ്രസ് ചെയ്തോളാം. കാണാമോ മിസ്സേ? എന്റെ ഫ്രണ്ട് ക്യാമറ വർക്കിംഗ് അല്ല. പിങ്ക് കളറാണല്ലോ കാണുന്നേ. കാണാമോ? പിങ്ക് കളർ ഫുഡാണോ? കാണാം. കാണാമോ? ഫുഡാണ്. കാണാം കാണാം. പിന്നെ ബീഡ്സ് വർക്ക്. ഓക്കേടാ, കാണാം, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. പിന്നെ ജോമെട്രിക്കൽ ഷേപ്സ് ഉണ്ട്. ഓക്കേടാ. പിന്നെ 5 സെൻസസ് കാർഡ് ഉണ്ട്. കാണാമോന്ന് അറിയില്ല. കാണാമോ മിസ്സേ? കാണാൻ പറ്റുന്നുണ്ട്, സെൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ്. ഓക്കെ, ഐയുടെ കാണാം. ഓക്കെ, നെല്ലോസിനെ കാണാം. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. എടാ, ഫുഡാണോ അവിടെ പിങ്ക് ടവർ? അല്ല മിസ്സേ, എന്റെ മറ്റേ ചാർട്ട് പേപ്പർ ആണ്. ആണോ? അത് ഇവിടെ മറ്റേ ജനൽ സൈഡിൽ വെച്ചിരിക്കുന്നോണ്ട്. എനിക്ക് മുട്ട് പോലെ തോന്നി പെട്ടെന്ന്. അൻസു ഓക്കെ, തോന്നിട്ടായിരിക്കും. അൻസു മിസ്സേ, പിന്നെ മറ്റേ എൻവയോൺമെന്റിന്റെ ഞാൻ ചെയ്തായിരുന്നു, കളർ അടിച്ചിട്ടില്ല, അതുകൊണ്ടാ കാണിക്കാത്ത. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം. അൻസു മോൾ കാണുന്നുണ്ടോ? ചാർട്ട് പിങ്ക് കളർ ചാർട്ട് കണ്ടു. ജോമെട്രിക്കൽ ഷേപ്സ് കണ്ടു. പൊല്യൂഷൻ ആണോ? ഇത് പൊല്യൂഷൻ. ഹെൽപ്പ് ഒക്കെ ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ അവിടെ. ഇവിടെ ഓൺ ചെയ്യാൻ പറ്റൂല. ആണോ? ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഹായ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ജയശ്രീ ഓക്കെ മിസ്, സോളിഡ് ഷേപ്സ്. ഓക്കെ, എൻവിറോൺമെന്റ് വരച്ചിട്ടുണ്ട് മിസ്, ഒട്ടിച്ചിട്ടുണ്ട്. സെൻസോറിയൻസിനെയും കാണാം.
ബീഡ്സിന്റെയോ? സെൻസ് ഓർഗൻസ് ബീഡ്സിന്റെ റൗണ്ടിലാണ് ശരി. ഓക്കെ, നന്നായിട്ടുണ്ട്. മിസ്സേ ഒരു കാര്യം കാണിക്കാൻ പോയി, കാണിച്ചോട്ടെ? റൈറ്റിംഗ് ബോർഡ് മിസ്. ആണോ? റൈറ്റിംഗ് ബോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, നന്നായിട്ടുണ്ടോ? ഓക്കെ മിസ്, താങ്ക് യു മിസ്. ഇത് വേസ്റ്റ് ഔട്ട് ഓഫ് യൂസ് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. മിസ്സേ താങ്ക് യു മിസ്. ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയി, കാണിച്ചോട്ടെ? പ്രസന്റ് ചെയ്തോടാം. കാണാമോ മിസ്സേ? പ്രീ റൈറ്റിംഗ് ബോർഡ്. ഓക്കെ ഓക്കെ, മിസ് സെൻസ് ഓർഗൻസ് കാർഡ് കാണിച്ചോ? സംശയം. കണ്ടു കണ്ടു, നന്നായിട്ടുണ്ട്. ഓക്കെ ഓക്കെ മിസ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ മിസ്, താങ്ക് യു മിസ്. ആടാ ബീഡ്സ് കാണാൻ പറ്റുന്നത്. സെൻസ് ഓർഗൻസ് കാർഡ്. കാണാം. ജോമെട്രിക് ഷേപ്സ്. ജോമെട്രിക് ഷേപ്സ് കാണാം കേട്ടോ. താങ്ക് യു. ഗോപിക പ്രസന്റ് ചെയ്തോളാം. ഇതാ മാം എന്റെ ബീഡ്സിന്റെ ഇലപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഓക്കെ മാം. ഇത് പ്രീ റൈറ്റിംഗ് ബോർഡ്. ഓക്കേടാ. പിന്നെ ഇത് സെൻസ് ഓർഗൻസിന്റെ ചാർട്ട്. ഇത് കാർഡ്. ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കെ മാം. മറ്റേത് രണ്ടെണ്ണം ഞാൻ ചെയ്തോണ്ടിരിക്കുക മാം, അത് അടുത്ത ക്ലാസ്സിൽ കാണാം. ലുദിയ ഞാൻ ക്യാമറയിൽ കാണിക്കാട്ടോ. ഓക്കേടാ. സ്ക്രീൻ കാണാണ്ടോ? കാണാടാ. കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് 5 സെൻസസിന്റെ കാർഡാണേ. ഓക്കേടാ. സൊല്യൂഷന്റെ ചാർട്ട്. വിളിച്ചില്ലേ? ഇല്ല മാം. സോറിയുടെ കണ്ടില്ല, എന്തോ സ്ക്രോൾ ചെയ്തപ്പോ മാറിപ്പോയതാ തോന്നണം. വിന്ദുജ പ്രസന്റ് ചെയ്തോടാ. ബീഡ്സിങ് കാണാം. സെൻസ് ഓർഗൻസ്. ഓക്കേടാ. ചെയ്തിട്ടില്ല മാം, അടുത്ത ക്ലാസ്സിൽ കാണിക്കാം മാം. ശില്പ ശില്പ ഇപ്പൊ കാണാടാ. പ്രസന്റ് ചെയ്തു. ശില്പ ഇപ്പൊക്കെ കാണാൻ പറ്റുന്നില്ല. ബാക്ക് ക്യാമറയുടെ കാണുന്നേ. ഫോൺ തന്നെ തിരിച്ചു വെച്ചിട്ടാണ് കാണിക്കണേ, കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. 3D എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ അല്ലെ? ജോമെട്രിക് ഷേപ്സിന്. ഓക്കേടാ. ബീഡ് സ്ട്രിങ്സും നന്നായിട്ടുണ്ട്. ഓക്കെ, സെൻസ് ഓർഗൻസ് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി അറിയണോ? അതെ മിസ്സേ, പറഞ്ഞതായിരുന്നു. ഓക്കെ, അതല്ലാണ് കേട്ടോ. പിന്നെ പ്രസന്റ് ചെയ്തോടാ. കളർ ടാബ്ലറ്റ്സ് ആയിരുന്നു, കാണാമോ? കാണാട് കളർ ടാബ്ലറ്റ്സ് കാണാട്ടോ. ഞാൻ അന്ന് ഇന്റേൺഷിപ്പിൽ പോയത് കാരണം എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
അൻസീൻ മ്യൂട്ട് ഓൺ ആക്കിയാലേ കാണാൻ പറ്റുള്ളൂ എനിക്ക്. മിസ്സേ ഒരു മിനിറ്റ് കേട്ടോ മിസ്സേ. ഓക്കേടാ. എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് വീണപ്പം മോളൊന്ന് ഹെൽപ്പ് ചെയ്യണ്ടാന്നാ താമസിക്കുന്നത്. ഇതൊന്നും കുഴപ്പമില്ലാടാ, വൈകിട്ട് ടൈമിൽ കാണിച്ചാൽ മതി, ഇല്ല കുഴപ്പമില്ല. അവള് സമ്മതിക്കുന്നില്ല. അവളെ എന്തായാലും കാണിക്കണം, ചെയ്തതല്ലേ എന്ന് പറഞ്ഞ്. ഒറ്റ മിനിറ്റ് മിസ്സേ, ഇപ്പൊ കാണിക്കാം. കാണാമോ മിസ്സേ? കാണാൻ പറ്റുന്നത്. പിന്നെ കയ്യിലെടുത്തോളൂ. സ്ട്രിങ് കാണാൻ പറ്റുന്നുണ്ട്. ജോമെട്രി നന്നായിട്ടുണ്ട് കേട്ടാ. ബീറ്റ് സ്ട്രിങ്, ജോമെട്രിക്കൽ ഷേപ്സും നന്നായിട്ടുണ്ട് കേട്ടാ. ഓക്കെ, കീബോർഡ്സും ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടാ. താങ്ക് യു മിസ്സേ. അപ്പോ ബാക്കിയുള്ള കുട്ടികള് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഇനി അധികം ദിവസം ഇല്ല, കാരണം വൈകിട്ട് അടുക്കാറായിട്ടുണ്ട്. സോ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈം ആവാണ്. മിസ് ഞാനൊരു കാണിക്കട്ടെ. പിങ്ക് ടവർ ഓക്കെ, പിങ്ക് ടവർ അല്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ. മാം ഞാൻ പിങ്ക് ടവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് മേലെയാണ്. അടുത്ത ക്ലാസ് കാണിച്ചാൽ മതി. മതി മതി മതി. ലൈറ്റിംഗ് ബോർഡ്. ഓക്കെ, താങ്ക് യു ഓൾ. പിങ്ക് ടവർ പോയി. താങ്ക് യു so ഓൾ. much, സൈനോട് miss. ആരാ പറയുന്നത്? മിസ് ഞാനാണ് സൈൻ ഔട്ട്. പറഞ്ഞോളൂ. Thank you, Miss, for today's session. Thank you for your time and effort. Thank you, ma'am. Thank you, everyone. Looking forward next session. Thank you. Thank you, miss. Thank Thank you. you, Animal. Thank